ഹായ് ഓൾ. അപ്പം നമ്മളെല്ലാം പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സിലബസിലുള്ള എൻ സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ നമ്മുടെ ഇന്ത്യയുടെ പല ഭൂപ്രകൃതി അല്ലെങ്കിൽ ഭൂപ്രതലങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഫിസിയോഗ്രഫീനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇന്ത്യൻ ഫിസിയോഗ്രഫീനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളതിനെ ആലോചിച്ച് നോക്കുക. വെസ്റ്റേൺ ഗട്ട്സും ഹിമാലയാസും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് രണ്ട് ടൈപ്പ് ഓഫ് ഭൂപ്രകൃതിയാണ്. അപ്പം ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി നോക്കുമ്പോൾ വെസ്റ്റേൺ ഗട്ട്സ് വേറൊരു രീതി, ഹിമാലയാസ് വേറൊരു രീതി. എന്താണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസിൻ്റെ കാരണം? ഓക്കെ, അതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഫിസിയോഗ്രഫിക് സ്ട്രക്ചർ ഉണ്ടായതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകുന്ന വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്ത് ചെയ്യാണ്, യുറേഷ്യൻ പ്ലേറ്റിൽ വന്നിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഹിമാലയാസ്. അതായത് രണ്ട് പ്ലേറ്റ് കൂടെ ഇടിക്കുന്നു, ഫോൾഡ് മൗണ്ടെയിൻ ഉണ്ടാകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഫോൾഡ് മൗണ്ടെയിൻസ് എന്താണ് എന്നുള്ളതാണ്. ഫോൾഡ് മൗണ്ടെയിൻസ് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഭൂപ്രകൃതി മൊത്തം ക്രസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഭൂമിയുടെ പ്രതലം ഫുൾ ക്രസ്റ്റാണ്. അപ്പോൾ ഈ ക്രസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ക്രസ്റ്റിനെ നമ്മൾ പല പ്ലേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ പ്ലേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. ഓക്കെ, വളരെ കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന പ്ലേറ്റ്സുകൾ കുറച്ച് ഏരിയ ഉണ്ട്, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഏരിയാസാണ്. അതേസമയം ഹിമാലയാസ്, ഉത്തരാഖണ്ഡൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ അൺസ്റ്റേബിളാണ്. ഇപ്പോൾ ലഡാക്കിൽ ആ ഒരു ഇഷ്യൂ നടക്കുന്നതും ലഡാക്കിൽ അവർ സ്റ്റേറ്റ്ഹുഡ് ആവശ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ ഹിമാലയാസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ടായിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രകൃതി പ്രധാനപ്പെട്ടതായിട്ട് 3 ടെക്ടോണിക് പ്ലേറ്റ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. 3 ടെക്ടോണിക് ഫീച്ചേഴ്സുള്ള 3 ഫിസിക്കൽ ഫീച്ചേഴ്സുള്ള ഏരിയാസ് ആയിട്ടാണ് അറിയുന്നത്. ഒന്നെന്ന് പറയുന്നത് പെനിൻസുലർ ബ്ലോക്ക്, 2 ഹിമാലയ ആൻഡ് പെനിൻസുലർ മൗണ്ടെയിൻസ്, പിന്നെ ഇൻഡോ ഗാഞ്ചറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. അപ്പോൾ ഈ 3 ഏരിയാസും കൂടെ ചേർന്നാണ് ഇന്ത്യയുടെ ആ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അതിൽ പെനിൻസുലർ ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ഗുജറാത്തിലെ കച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ എന്താ പറയുക കർബി ആങ്ലോങ് പറയുന്ന ആ ഒരു ഏരിയയും കഴിഞ്ഞ് മേഘാലയ പ്ലേറ്റ് വരെ പോകുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ പെനിൻസുലർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മാപ്പ് വെച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവും എന്താണ് ആ പെനിൻസുലർ ഏരിയ എന്നുള്ളത്. അപ്പോൾ ആ ഒരു എന്താ പറയുക കച്ച് തുടങ്ങി വെസ്റ്റേൺ ഇന്ത്യ വഴി നമ്മുടെ എന്താ പറയുക ആരവല്ലി റേഞ്ച് നിയർ ഡൽഹി വരെ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു ക്രോസ് ആയിട്ട് പോയി യമുന, ഗംഗ, രാജ്മഹൽ ഹിൽസ് ഒക്കെ വഴി തിരിച്ച് കറങ്ങി നമ്മുടെ താഴെ വരുന്നു. പിന്നെ നോർത്ത് വെസ്റ്റേൺ പാർട്സും മോൾഡ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ കാണുന്ന ഒരു ഏരിയ ആണ് മോൾഡ ഫോൾട്ട് എന്ന് പറയുന്നത്. ഈ മോൾഡ ഫോൾട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതാണ് വെസ്റ്റ് ബംഗാളിനെയും ഛോട്ടാ നാഗ്പൂരിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഘടകം. ഓക്കെ, അപ്പം ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഈ സംഭവങ്ങളെല്ലാം ഒരുമിച്ച് പറയാം, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കണക്ഷൻ കിട്ടും. അപ്പോൾ ഈ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റുവിനെയും വെസ്റ്റ് ബംഗാളിനെയും തമ്മിൽ തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ മാൾഡ ഫോൾട്ട്. അവിടെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒരുപാട് മിനറൽസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് രാജസ്ഥാനിലാണെങ്കിൽ ഡെസേർട്ട് ലൈക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ആ ഡെസേർട്ട് ലൈക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു ബ്ലോക്കിൻ്റെ മേളിലാണുള്ളത്, ഈ പെനിൻസുല ബ്ലോക്കിൻ്റെ മേളിലാണുള്ളത്. ഇനി പെനിൻസുല എന്ന് പറയുന്നത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഏൻഷ്യൻ നീസസും ഗ്രാനൈറ്റ്സിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്ര ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കാം. പെനിൻസുല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഏൻഷ്യൻ നീസും ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ആ ഒരു മിനറലിൻ്റെ കുറച്ചുകൂടി എന്താ പറയുക ഫോമർ വേർഷനാണ് നീസ്. അപ്പം ഈ നീസും ഗ്രാനൈറ്റും കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു പെനിൻസുലർ ബ്ലോക്ക് ഉള്ളത്. അപ്പം ഈ പെനിൻസുല ബ്ലോക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിൽ നിന്ന് വന്ന് ഇടിച്ചെന്ന് പറയില്ലേ യുറേഷ്യൻ പ്ലേറ്റിലേക്ക്, ആ ഇടിച്ച ആ ഒരു ബ്ലോക്കാണ് ഈ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കാണ് ഈ പെനിൻസുല ബ്ലോക്ക്.
ഇത് വന്ന് ഇടിച്ചു എന്നിട്ടാണ് നമ്മുടെ ഹിമാലയാസ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ റിഫ്റ്റ് വാലീസ് ഉണ്ട്, ഒരുപാട് റിഫ്റ്റ് വാലീസ് ഉണ്ട്. സത്പുര, നർമ്മദ, പിന്നെ താപി മഹാനദി, ഇതൊക്കെ എന്താണ് സത്പുരയും ഒരു എന്താ പറയുക സത്പുര എന്ന് പറയുന്ന ഒരു ഏരിയയിൽ കൂടെ പോകുന്ന റിവേഴ്സ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനി പഠിക്കും. സോ ജസ്റ്റ് ഇത് ഇത്ര അറിഞ്ഞിരിക്കുക, ഇത്രയാണ് ആ ഒരു ഏരിയ. എന്നാൽ നമ്മൾ തിരിച്ച് താഴെ കറങ്ങി താഴോട്ട് വരുന്നു. ആരവല്ലി, നല്ലമലൈ ഹിൽസ് ഒക്കെ ഉണ്ടല്ലോ, പാൽക്കൊണ്ടൈ, ജവഡൈ, വേലിക്കൊണ്ട, ഷവറ ഹിൽസ് ഒക്കെ എന്തിൽ വരുന്നതാണ്? നമ്മുടെ ഈ ഒരു പെനിൻസുല ബ്ലോക്കിൽ വരുന്നതാണ്. ഇനി ഇവിടുത്തെ റിവർ വാലീസ് എല്ലാം തന്നെ വളരെ കുഞ്ഞ് ഗ്രേഡിയൻ്റ് ആണ്, ചെറിയ ഗ്രേഡിയൻ്റ് ആണ്. അതിൻ്റെ കാര്യം ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞുതരാം, ഹിമാലയാസ് റിവേഴ്സിലേക്ക് എത്തുമ്പോൾ പറഞ്ഞുതരാം. അപ്പം ഇവിടുത്തെ റിവേഴ്സൊക്കെ തന്നെ വളരെ ഷാലോ വാലി കൂടിയാണ് പോകുന്നത്. അതായത് അതിന് ഇതില്ല, വളരെ അധികം താഴ്ച വളരെ കുറവാണ്. പ്ലസ് അതെന്താണ്, വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന റിവേഴ്സാണ്. വളരെ ചുരുക്കം ചില സമയത്ത് മാത്രമേ നമുക്ക് വാട്ടർഫോൾസ് അതുപോലെ വളരെ സ്പീഡായിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ കാണത്തുള്ളൂ. അല്ലാത്ത സമയത്തെല്ലാം സ്ലോ തന്നെയാണ് പെനിൻസുല ബ്ലോക്കിൽ. ഇനി നമ്മൾ നേരെ ഹിമാലയാസിലേക്ക് വരികയാണ്. ഹിമാലയാസും പെനിൻസുലർ മൗണ്ടെയ്ൻസും തമ്മിലുള്ള ഡിഫറൻസ് കൂടെ അറിഞ്ഞിരിക്കാം. ഹിമാലയാസ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൂടെ കൂട്ടിയിടിച്ചതിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഹിമാലയാസ്. അപ്പോൾ ആ ഹിമാലയാസ് എന്ന് പറയുന്നത് ഇപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു യങ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്, ഹിമാലയാസ് ആർ യങ് ഫോൾഡ് മൗണ്ടെയിൻ. ഫോൾഡ് എന്ന് ഉദ്ദേശിക്കുന്ന മടക്ക് പർവ്വതം. ഓക്കെ, യങ് ആയിട്ടുള്ള ഫോൾഡ് മൗണ്ടെയിൻസ് ആണ്. ലോകത്തിൽ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻസിൽ ഒന്നാണ് ഹിമാലയാസ്. ഓക്കെ, അത്ര അറിഞ്ഞിരിക്കുക. ഹിമാലയാസിന് യങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അവിടെ ഒട്ടും സ്റ്റേബിൾ അല്ല, വളരെ ഫ്രജൈൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ അവിടെ ഇപ്പോഴും എക്സോജനറ്റിക്കും എൻഡോജനറ്റിക് ഫോഴ്സസ് ഉണ്ട്. എക്സോജനറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഫോഴ്സസ്, വെതറിങ്, മാസ് മൂവ്മെന്റ്, ഇതൊക്കെയാണ്. വെതറിങ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ എന്താ പറയുക, റോക്സിൽ നിന്ന് ഒരുപാട് പൊടി ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതിനാണ് വെതറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വെതറിങ് കൊണ്ടുള്ള അനുഭവങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ എക്സോജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, ഈ എൻഡോജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. എൻഡോജനറ്റിക് ഫാക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ രണ്ട് പ്ലേറ്റും കൂട്ടിമുട്ടുന്നില്ലേ, അപ്പോൾ ആ കൂട്ടിമുട്ടുന്നത് നമ്മുടെ എർത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഫോഴ്സ് കൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു എൻഡോജനറ്റിക് ഫോഴ്സ് ആണ് വരുന്നത്. എൻഡോജനറ്റിക് എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന്, നമ്മുടെ എർത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എൻഡോജനറ്റിക്. അതിന്റെ പുറത്തെ ഫോഴ്സ്, അതായത് വെള്ളം, തീയ്, അതുപോലെ തന്നെ സൂര്യൻ, ഇതൊക്കെ വരുന്നതാണ് എക്സോജനറ്റിക്. അപ്പം എൻഡോജനറ്റിക്കും എക്സോജനറ്റിക് ഫോഴ്സസും വളരെ വലിയ രീതിയിൽ ഇപ്പോഴും ഹിമാലയാസിൽ ഉണ്ട്. പിന്നെ അവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഗോർജസ് അല്ലേ. ഗോർജസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഗോർജസ് എന്ന് പറഞ്ഞൊരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്. വി ഷേപ്ഡ് വാലീസ് ഉണ്ട്, റാപ്പിഡ്സ്, വാട്ടർഫോൾസ്, ഇതെല്ലാം നമുക്ക് ഹിമാലയാസിൽ കാണാൻ പറ്റും. കാരണം ഹിമാലയ എന്ന് പറയുന്നത് യങ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്, ഒരു യങ് ലാൻഡ്സ്കേപ്പ് ആണ്. എപ്പോഴും ഒരു യങ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, യങ് മൗണ്ടെയിൻസ് എന്നൊക്കെ പറയുന്നത് യങ്ങസ്റ്റ് ആയിട്ടുള്ള റിവേഴ്സിന്റെ ഒരു ഉറവിടമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗംഗ, ഇൻഡസ് എന്നൊക്കെ പറയുന്നത് വളരെ ശുദ്ധമായ വെള്ളമാണ്, വളരെ സ്പീഡിൽ പോകുന്ന വെള്ളമാണ്. മാത്രമല്ല അത് വളരെ ഫാസ്റ്റ് മൂവിങ് വാട്ടറാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ യങ്ങർ സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ അതിൽ റോക്കിനെയൊക്കെ കട്ട് ചെയ്ത് പോകാനുള്ള പവർ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഗോർജസും വി ഷേപ്ഡ് വാലിയും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മളത് എന്താ പറയുക, നമ്മൾ വാട്ടർ മൂവ്മെന്റ്സ് എന്ന സാധനം നമ്മൾ ഫിസിക്സിൽ വേൾഡ് ജോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. സോ ഇതാണ് ആ ഒരു യങ്ങർ ഹിമാലയൻ മൗണ്ടെയ്ൻസിൻ്റെ ഒരു പൊതുവായ ഒരു കാര്യം. അപ്പോൾ അത് നിങ്ങൾക്ക് ചോയ്സ് ആയിട്ട് ചോദിക്കും, വിച്ച് ആർ ദി ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് ഹിമാലയാസ് എന്ന് ചോദിക്കുവാണെങ്കിൽ വാട്ടർഫോൾസ്, റാപ്പിഡ്സ്, വി ഷേപ്ഡ് വാലി, ഗോർജസ്, അതൊക്കെ ചോദിക്കാം. അപ്പോൾ ഓൾ ഓഫ് ദി അബവ് ആയിട്ട് എഴുതാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇൻഡോ ഗംഗാ ബ്രഹ്മപുത്ര പ്ലാൻ. ഇൻഡോ ഗംഗാ ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത് ഇതും ഒരു ഹിസ്റ്ററി ഉണ്ട് അതിൽ. അതായത് നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഒരു സ്ലാൻഡ് ചെയ്തൊരു മൂവ്മെന്റിലാണ് വന്ന് ഇടിച്ചത്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു കർവ് സംഭവിച്ചു. ആ ഒരു കർവാണ് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ ആയിട്ട് കാണുന്നത്. ബംഗ്ലാദേശൊക്കെ ഏകദേശം ആ കർവ് തന്നെയാണ്. അപ്പം ആ ഒരു കർവ് ഉദ്ദേശിക്കുന്നത് ഇത് വന്ന് ഇടിച്ചില്ലേ, അപ്പോൾ ആ ഒരു ഇടി കാരണം അവിടെ കുറച്ച് ഭാഗം താഴ്ന്നു പോയി. നമ്മൾ നോക്കുവാണെങ്കിൽ കുഴിച്ച് വരുമ്പോഴത്തേക്കും ഒരു സൈഡ് താന്നു പോകത്തില്ലേ, അതുപോലെ താന്ന ഒരു ജിയോ സിൻക്ലിനിക്കൽ ഡിപ്രഷനാണ്
ആ ഡിപ്രഷനിലേക്ക് ഈ റിവേഴ്സ് എല്ലാം മിനറൽസിനെ കൊണ്ട് ഒഴുക്കി ആ സിൻക്ലിനിക്കൽ ഡിപ്രഷൻ എന്ത് ചെയ്തു, പ്ലെയിൻ ആക്കി മാറ്റി. അതാണ് ഇൻഡോ ഗാൻജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. അപ്പം ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര ഈ റിവേഴ്സിന്റെയും അതിന്റെ ട്രിബ്യൂട്ടറീസിന്റെയും മിനറൽസ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ കുഴിയിൽ അങ്ങോട്ട് എന്ത് ചെയ്തു, വിതറി. അങ്ങനെയാണ് വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി സോയില് നമുക്ക് ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിനിൽ കിട്ടിയത്. ഒന്നുകൂടെ നോക്കാം. നമ്മുടെ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഇടിക്കുന്ന സമയത്ത് ഒരു കർവ് സംഭവിക്കുമ്പോൾ ഇവിടെ കുഴി വരുന്നു. ആ കുഴിയിലേക്ക് അവിടെ വന്ന റിവേഴ്സ് എല്ലാം കൂടെ മിനറൽസ് കൊണ്ടിടുന്നു. ആ മിനറൽസ് ആണ് പിന്നീട് എന്താ പ്ലെയിൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, ആക്ച്വലി ഡെപ്പോസിഷൻ ഫീച്ചർ ഓഫ് റിവർ ആണ്. അപ്പം അതാണ് ഈ ഒരു ജിയോ സിൻക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജിയോ സിൻക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തോട്ട് പോകേണ്ടത് IGB, അതായത് ഇൻഡോ ഗാൻജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ ആണ് എന്നൊരു തോട്ട് പോകണം. ഓക്കെ, ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 1000 മുതൽ 2000 മീറ്റർ വരെ തിക്നെസ് ഉള്ള ഒരു ഡെപ്പോസിറ്റ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസും ഉള്ള ഒരു ഫീച്ചറുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി നമ്മൾ മനസ്സിലായി. ഇനി ഇന്ത്യയുടെ ഫിസിയോഗ്രഫി എന്താണ്? ഇന്ത്യയുടെ ഫിസിയോഗ്രഫി എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്: സ്ട്രക്ചർ, പ്രോസസ്, സ്റ്റേജ്. എന്തായാലും ഫിസിയോഗ്രഫി എന്ന് പറഞ്ഞാൽ 3 കാര്യം ഓർത്ത് വെച്ചിരിക്കുക. SPS, സ്ട്രക്ചർ, പ്രോസസ്, സ്റ്റേജ്. സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റോക്ക് ഉണ്ടാവും, റോക്ക്. ഓക്കെ, ആ റോക്കിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു സംഭവിക്കുന്നത്, ഈ ഒരു റോക്ക് കുറേ നാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പയ്യെ പോകുന്നു. ബാക്കിയുള്ള മൺതരി വന്ന് ഫ്രിക്ഷൻ കൊണ്ട് കുറച്ച് ഉരഞ്ഞുരഞ്ഞ് പോകുന്നു. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. അങ്ങനെ ഉരഞ്ഞുരഞ്ഞ് പോകുമ്പോൾ അത് നല്ലൊരു ഷേപ്പാവും. ആ ഷേപ്പിനെ നമ്മൾ സ്റ്റേജ് ആക്കി മാറ്റാം. അങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുക. സ്ട്രക്ചർ, പ്രോസസ് ആൻഡ് സ്റ്റേജ്. ഇത് 3 എന്ന് പറയുന്നത് ഫിസിയോഗ്രഫി ഈസ് ഈക്വൽ ടു സ്ട്രക്ചർ പ്ലസ് പ്രോസസ് പ്ലസ് സ്റ്റേജ്. ഇത്രയും ഉറപ്പായിട്ടും പഠിച്ചു ചെയ്യുക, മറന്നു പോകരുത്. ഇനി അടുത്ത നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 6 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആണുള്ള. ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് നമ്മൾ നേരത്തെ പഠിച്ചത് ട്രിപ്പിൾ ടെക്ടോണിക് ഡിവിഷനാണ്. അതായത് എന്തൊക്കെയാണ്? ഹിമാലയാസ്, ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ, പെനിൻസുല ബ്ലോക്ക്. ഇനി പഠിക്കുന്നത് 6 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആണ്. ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ഈ മാപ്പ് ശ്രദ്ധിച്ചാൽ മതി. ഒന്നെന്ന് പറയുന്നത് നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയ്ൻസ്, നോർത്തേൺ പ്ലെയിൻ, പെനിൻസുല പ്ലേറ്റു, ഇന്ത്യൻ ഡെസേർട്ട്, അതുപോലെ കോസ്റ്റൽ പ്ലെയിൻസ്, ഐലൻഡ്സ്. ഇത് ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യൻ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയ്ൻസ് ആണ്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ പീക്സ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ താഴെ പറയാം. ജിയോഗ്രഫി എന്ന് പറഞ്ഞത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. കാരണം ജിയോഗ്രഫി പഠിച്ചാൽ നിങ്ങൾക്ക് ഹിസ്റ്ററി എളുപ്പമാവും, എക്കണോമിക്സ് എളുപ്പമാവും. അതുകൊണ്ട് തന്നെ ജിയോഗ്രഫി തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എങ്ങനെ ഇന്ത്യ ഉണ്ടായി. ഓക്കെ, ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യ അല്ല, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ലാൻഡ് എങ്ങനെ ഉണ്ടായി. ഓക്കെ, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഇങ്ങനെ വരുന്നു, ഇടിക്കുന്നു, യൂറേഷ്യൻ പ്ലേറ്റ് ഇടിക്കുന്നു, മൗണ്ടൻ ഹിമാലയാസ് ഉണ്ടാകുന്നു. ഹിമാലയാസിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ഓർത്ത് വെച്ചിരിക്കുക. ഒരു സിനിമ പോലെ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മറക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഞാനും അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. സോ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ കുറച്ച് പാസസ് ഒക്കെ ഉണ്ട്, സേല പാസ്, ബോംദില, അത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പാസസ് ആണ്. അത് ഓർത്ത് വയ്ക്കാൻ ഒന്നുകിൽ നിങ്ങളുടെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, ക്ലാസ് വീഡിയോ അല്ല, ഈ ട്രാവൽ സീരീസ് ഒക്കെ ഉണ്ട്, സേല പാസ്, ബോംദില പാസ്. അവിടെയൊക്കെ ആൾക്കാർ പോയി ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അവർ ഈ ഒരു എങ്ങനെയാണ് ട്രാവൽ ചെയ്ത് പോയെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആവും, നിങ്ങൾ മറക്കത്തില്ല. സോ അതാണ് ഒരു ഡിഫറെൻ്റ് ഉള്ള കാര്യം. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് NCERT തന്നെ ഒന്നുകൂടെ വായിച്ചിട്ട് വരിക. ഫസ്റ്റ് 2 പേജും വായിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഏകദേശം കവറാവും. അപ്പോഴത്തേക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് ക്ലാസ്. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.